ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാർ ഗാഡ്ജറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. കാർ ഗാഡ്ജറ്റ്സ് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ഡാഷ് ക്യാമിലാണ്. കാരണം ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡാഷ് ക്യാം. ഇൻസ്റ്റഗ്രാം നോക്കിയാലും ആമസോൺ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എവിടെ നോക്കിയാലും ഡാഷ് ക്യാം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡാഷ് ക്യാമുകളെല്ലാം തന്നെ ഏകദേശം 15,000 മുതൽ 20,000 രൂപ വില വരെയുള്ള ഡാഷ് ക്യാമുകളുണ്ട്. ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം ഇപ്പോൾ ഉണ്ടോ? യെസ്, 70 MAI അവരുടെ ഏറ്റവും പുതിയ ഡാഷ് ക്യാം പുറത്തിറക്കിയാണ് M310 എന്ന ഡാഷ് ക്യാമിൻ്റെ പേര്. 70 MAI എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് 4K ക്യാമറയാണ്. അത് ഓൾമോസ്റ്റ് ഒരു 12,000 റുപ്പീസൊക്കെ വില വരുന്ന ഒരു ക്യാമറയാണെങ്കിൽ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് 2K റെസൊല്യൂഷനുള്ള ക്യാമറയാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇപ്പോൾ ഏകദേശം ആമസോണിൽ 4,200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. എന്നാൽ ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് 4,000 രൂപയ്ക്ക് തകെ ഏകദേശം 3,900 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 70 MAIയുടെ ഈ ഒരു പുതിയ ഡാഷ് ക്യാമിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ 70 MAIയുടെ ഡാഷ് ക്യാമിൻ്റെ ബോക്സിൽ വരുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഡാഷ് ക്യാം തന്നെ. സോ ഈ ഡാഷ് ക്യാം ഉണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡാഷ് ക്യാമാണ്. നമ്മൾ സാധാരണ മറ്റേ ഡാഷ് ക്യാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ സ്ക്രീനുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡാഷ് ക്യാം നമുക്ക് വീഡിയോ സ്ക്രീനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ 70 MAIയുടെ ആപ്പ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ എന്താ പറയുക കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം തന്നെയാണ്. നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഈ സൈഡിലായിട്ട് നമുക്ക് USB പോർട്ട്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇത് USB പോർട്ടാണ് വരുന്നത്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ കാർഡ് ഇടുന്നത്. നമുക്ക് ഈ ഒരു ഇതിന് കൂടെ തന്നെ നമുക്ക് കാർഡ് വരുന്നുണ്ട്, അത് ഞാൻ ലേറ്റർ ആയിട്ട് പറയാം. സോ ഇതൊരു 2K റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം ആണ്. വളരെ നല്ല ക്വാളിറ്റിയാണ്. സാധാരണ യൂഷ്വലി നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ 1080p അല്ലെങ്കിൽ 720p ഡാഷ് ക്യാംസ് ആണ് കാണുന്നത്. പക്ഷേ ഇത് 2K റെസൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പകൽ സമയത്താണെങ്കിലും അതുപോലെ രാത്രി പോകണമെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇടുന്നത്. ഫോട്ടോയും വീഡിയോയും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഡാഷ് ക്യാം ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ 12 വോൾട്ട് സോക്കറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഇത് നമ്മുടെ കാറിലെ 12 വോൾട്ട് സോക്കറ്റ് കണക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മുടെ പവർ എടുക്കുന്നത്. ആ പവർ എടുത്തിട്ട് നമ്മൾ USB നേരെ വന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ പവർ വരുന്നത്. അതുപോലെ ഈ ഒരു സാധനം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അതായത് ഈ USB കേബിള് നമ്മൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു കേബിള് ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിൽ കാണാത്ത രീതിക്ക് വൃത്തികേടാവാത്ത രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടേപ്പും സാധനങ്ങളും എല്ലാം നമുക്ക് 70 MAI ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 70 MAI ഒരു 128 GB തന്നെ ഒരു കാർഡും SD കാർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു SD കാർഡിലൂടെ നമുക്ക് കണ്ടന്റുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു 160 MB/s കാർഡാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കാർഡാണ്. നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർഡാണ്. നെക്സ്റ്റ് ഡിജിട്രോൺ ആണ് ശരിക്കും 70 MAIയുടെ നമ്മുടെ ഇന്ത്യയിലുള്ള സെയിൽസും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നെക്സ്റ്റ് ഡിജിട്രോൺ ആണ്. അവരുടെ തന്നെ ഒരു കാർഡാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ കാറിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ നോക്കാം. സോ നമുക്കിനി നമ്മുടെ കാറിൽ എങ്ങനെ ഈ ഡാഷ് ക്യാം കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കണം. ആദ്യമേ നമുക്ക് ഇതൊരു ടേപ്പ് പോലത്തെ സാധനം നമ്മൾ ജസ്റ്റ് അത് പുള്ളി ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ഒട്ടിക്കട്ടെ നമ്മളിപ്പോൾ ഇതൊരു ഈ ഒരു ഭാഗത്ത് നിന്ന് അടുക്കായിട്ട് നമുക്ക് ഒട്ടിക്കുക. മാക്സിമം നമുക്ക് വാക്യൂം ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ ഡാഷ് ക്യാം എടുക്കുക. ഡാഷ് ക്യാമിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ട് കറക്റ്റ് ഈ ഒരു സെൻട്രൽ പോർഷനിൽ പ്ലേസ് ചെയ്യുക. സോ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ആംഗിൾ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു കേബിൾ നമുക്ക് കണക്ട് ചെയ്യണം നമുക്ക് നോക്കണ്ടേ. അത് ശരിക്കും ഒന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പ്ലേസ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സാധനം എന്നല്ലേ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ കേബിള് ഇതിൻ്റെ ഉള്ളിലേക്കിടെ അറിയാതെ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോൾഡറിൽ നമ്മൾ കണക്ട് ചെയ്യുക, USB കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ കറക്റ്റ് ഡാഷ് ക്യാം വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഫുട്ടേജ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ ആപ്പ് ഉണ്ട്. 70 MAIയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡാഷ് ക്യാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെ 2K റെസൊല്യൂഷനിലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ 2K റെസൊല്യൂഷൻ കിട്ടുന്ന വളരെ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും തന്നെ കൊടുക്കുന്നില്ല. എല്ലാവരും 1080p 720p ആണ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് 2K റെസൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് വോയിസ് കമാൻഡിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പലർക്കുള്ള ഡൗട്ടാണ് ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി. കാരണം ഈ ഒരു കാർഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഈ കാർഡ് ഫുള്ളായി കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡ് ക്ലിപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. ശരിക്കും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് ഒരു പ്രീമിയം ഡാഷ് ക്യാമിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ആദ്യമേ തന്നെ ഡാഷ് ക്യാം ഓൺ ആക്കാം. ഡാഷ് ക്യാം ഓൺ ആക്കി അതിനുശേഷം കണക്ട് ദ ഡാഷ് ക്യാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കണക്ട് ദ ഡാഷ് ക്യാം. ഓക്കെ, മേക്ക് ഷുവർ ഹോട്ട്സ്പോട്ട് ഈസ് ഓൺ വൈൽ യൂസിങ് ദ ആപ്പ്. നമ്മൾ കൊടുക്കുക. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഇന്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ പാസ്വേഡ് അടിച്ച് നമുക്ക് ഓട്ടോ കണക്ട് ചെയ്യാം. ആദ്യമേ തന്നെ ലാൻ നെറ്റ്വർക്കിൽ നമുക്ക് കണക്ട് ചെയ്യണം. നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ 7DMAയുടെ ആപ്പിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ലോഡിംഗ് എന്ന് കാണിക്കും. ഓക്കെ, നമ്മുടെ ഡാഷ് ക്യാമായിട്ട് സക്സസ്ഫുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പൺ ഡാഷ് ക്യാം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡാഷ് ക്യാം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ആദ്യമേ കാണിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ പവർ ബട്ടണിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാം, നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, അതുപോലെ വൈഫൈ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡാഷ് ക്യാം എന്നുള്ള വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഈ ഡാഷ് ക്യാം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല അടിപൊളി ക്ലാരിറ്റിയും കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് വോയിസ് കമാൻഡ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ ടേക്ക് ഫോട്ടോ. യെസ്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോട്ടിൽ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിത്തൗട്ട് നമുക്ക് കൈ പോലും തൊടാതെ നമുക്ക് വോയിസ് കമാൻഡ്സ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത്. ഇത് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡാഷ് ക്യാമിൽ ഇത്ര നല്ല വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഡാഷ് ക്യാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഒട്ടും ക്ലാരിറ്റി കുറവോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് തരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഒരു ഡാഷ് ക്യാം 2K റെസൊല്യൂഷനാണ് വരുന്നതെന്നുള്ളത്. നമ്മുടെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡാഷ് ക്യാം തന്നെ 1080p ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും. ഓൾമോസ്റ്റ് 1.5 ടൈംസ് ബെറ്റർ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ഡാഷ് ക്യാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് f2.0 അപ്പാർച്ചറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഈ ഒരു ലെൻസിലേക്ക് കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നമുക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയും കുറച്ചുകൂടി ബെറ്റർ റെസൊല്യൂഷനൊക്കെ ആയിരിക്കും നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ 130 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഏരിയ ഈ ഒരു ക്യാമറയിൽ കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡാഷ് ക്യാമിൽ നമുക്ക് 24 hours സർവൈലൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും മോഷൻ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറ റെക്കോർഡാവും. അതുവഴി നമുക്ക് എന്തെങ്കിലും തെഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ 7DMA ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്കൊരു ആക്സസറി ഉണ്ട്. അത് ആഡ് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. കാരണം ഈ ഒരു ബേസ് മോഡൽ നമുക്കത് ലഭിക്കുന്നില്ല. പക്ഷേ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇങ്ങനെയും ഓരോ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മെമ്മറി കാർഡ്, ഞാൻ ആദ്യമേ പറഞ്ഞാൽ മെമ്മറി കാർഡ് നമുക്കിപ്പോൾ ഫുള്ളായി കഴിഞ്ഞാൽ പോലും ഓട്ടോ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് പഴയ വിഷ്വൽസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്ത് പോകുന്ന ഒരു ഓപ്ഷൻ കൂടി 7DMA നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ പ്രീമിയം ഡാഷ് ക്യാമിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വിത്തൗട്ട് സ്ക്രീൻ. അതാണ് ഇതിൻ്റെ ഒരു ശരിക്കും ഒരു പ്രൈസ് കുറഞ്ഞ ഒരാളെ ഏറ്റവും വലിയ കാര്യം. സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. അത് തന്നെയാണ് ഈ ഒരു ഡാഷ് ക്യാമിനെ മറ്റ് മോഡൽസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ നമ്മുടെ M310 ഡാഷ് ക്യാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 hours സർവൈലൻസ് ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വാഹനത്തിന് എന്തെങ്കിലും തട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പാർക്ക് ചെയ്ത സമയത്ത് പിന്നീട് എന്തെങ്കിലും കൊളീഷനൊക്കെ ഉണ്ടാവും ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. കൊളീഷൻ ഡിറ്റക്ഷൻ ഓൾറെഡി നമ്മുടെ ക്യാമറയിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ലാപ്സ് റെക്കോർഡിങ്ങും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ നോക്കി നമുക്ക് ഈ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡാഷ് ക്യാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ആമസോണിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നെക്സ്റ്റ് ഡിജിറ്റോണിൻ്റെ വെബ്സൈറ്റിലെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഡാഷ് ക്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.